ഒരു അധോലോക സംഘമായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരുടെ ഒരു അധോലോക സംഘമായിട്ട് ആ പാർട്ടി നേതാക്കന്മാരെല്ലാവരും മാറിയിരിക്കുക. തടിച്ചു കൊഴുക്കുകയല്ലേ. കോൺഗ്രസ് നേതാക്കളെക്കാളും അപ്പുറത്തായില്ലേ. ഉന്നത നേതാക്കളുടെ ഇടപാടുകൾ സംബന്ധിച്ച് കത്തിനോടൊപ്പം അനക്സായി ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വന്നതായി അറിയുന്നു. ആ പണം കടലാസ് കമ്പനി ഉപയോഗിച്ച്, ഷെൽ കമ്പനി ഉപയോഗിച്ച് വെളുപ്പിച്ചിരിക്കുന്നു. അത് വീതം വെച്ച് പാർട്ടി നേതാക്കൾ കൊടുത്തിരിക്കുന്നു, മന്ത്രിമാർക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട്, ഇവരൊക്കെ ഈ വിദേശ സന്ദർശനം നടത്തുന്നത് വെറുതെയാണ്, അസുഖമൊന്നുമായിട്ട് പോകുന്നതല്ല. ഒരു മന്ത്രി എന്തോ ഒരു കാര്യം കേൾക്കുമ്പോഴേ കേന്ദ്ര സർക്കാർ നഴ്സിനെ ഇറക്കിക്കൊണ്ടുവരാൻ പോകുമ്പോഴേക്കും ഇവിടുന്ന് ഓടുകയാണ് ബാഗ് എടുത്തിട്ട് ആരോഗ്യമന്ത്രി. എന്നിട്ട് അവസാനം വിമാനത്താവളം തിരിച്ചു വരും. എന്തിനാണ് ഇവരിങ്ങനെ ഇടക്കിടക്ക് പായുന്നത്? ഇതെല്ലാം വളരെ ആസൂത്രിതമാണ്. അവിടെയാണ് ഇടപാടുകളെല്ലാം നടക്കുന്നത്, ഗൗരവതരമായിട്ടുള്ള ഇടപാടുകൾ. ഒരു അധോലോക സംഘമായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരുടെ ഒരു അധോലോക സംഘമായിട്ട് ആ പാർട്ടി നേതാക്കന്മാരെല്ലാവരും മാറിയിരിക്കുക. തടിച്ചു കൊഴുക്കുകയല്ലേ. ഓരോ നേതാക്കളെ ഇപ്പൊ നോക്കും. പണ്ടെങ്ങനെയായിരുന്നവരൊക്കെ? ദിനേശ് വെടി വലിക്കാൻ കാശില്ലാത്ത പാർട്ടിക്കാരൊക്കെ ഇപ്പൊ എന്താ കണ്ടാലും നല്ല കിങ്ങിണിക്കുട്ടം പോലെ ഇരിക്കുകയല്ലേ. DYFI നേതാക്കന്മാർ മുതൽ CPM-ന്റെ നേതാക്കന്മാർ വരെ തടിച്ചു കൊഴുത്ത് കോൺഗ്രസ് നേതാക്കളെക്കാളും അപ്പുറത്തായില്ലേ. എവിടുന്ന ഇവർക്ക് ഈ ഇടപാടുകളൊക്കെ നടത്താനുള്ള പണം ലഭിക്കുന്നത്? പാർട്ടിക്കുള്ളിൽ തന്നെ നേരത്തെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ വിമാനത്താവളത്തിൽ കൂടി സ്വർണം കടത്തുന്നത്, പൊട്ടിക്കുന്ന സംഘം വേറെ, അതിന്റെ പേരിൽ അടി വേറെ, ജയരാജന്മാർ അതിന്റെ പേരിൽ കലഹം. ഒരു സംഘം P ജയരാജനോടൊപ്പം, മറുസംഘം EP ജയരാജനോടൊപ്പം. ഗുണ്ടാ സംഘങ്ങളല്ലേ ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് CPM ഒരു രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ, ധാർമ്മികത ഉണ്ടെങ്കിൽ ഇതെന്താ സംഭവിച്ചത് ജനങ്ങളോട് തുറന്നു പറയണം. ആരാണ് ഈ വ്യവസായി? ആർക്കൊക്കെ പണം കിട്ടിയത്? എന്തിനാണ് ഗോവിന്ദ മാഷ് മകനെ ഇതിൽ പങ്കാളിയായത്? മാഷിക്ക് എന്താ പറയാനുള്ളത്? താഴേക്ക് 40 വട്ടം സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ വാദോരാതെ വിളമ്പുന്ന ഗോവിന്ദ മാഷ് മിണ്ടുന്നില്ലല്ലോ. ഗോവിന്ദ മാഷ് മോഹൻ ലണ്ടനിൽ വീടുണ്ടോ? അറിയേണ്ടത് എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല, കേരളത്തിൽ അറിയണ്ടേ.